ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചെക്കനെയൊക്കെ കളർക്ക് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതെ എഡിഷൻ നെയിം നമ്മുടെ മാസ്കി ബോയ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ കാർ ലൈൻ എന്നുള്ള നെയിമൊക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ വരുന്നൊരു ഗ്രാഫിക്സ് വർക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേ സൈഡിലായിട്ട് നമ്മുടെ വണ്ടിയുടെ നെയിം കാർ ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലിൽ ക്രീപ്പി മോൺസ്റ്റർ എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു വൂൾഫിൻ്റെ ഇത് നമ്മൾ അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ടോപ്പിലായിട്ട് നമ്മുടെ എഡിഷൻ നെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഒന്നും അടിച്ചിട്ടില്ല, അപ്പോൾ അതടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടതാണ്. എന്നിട്ട് നമുക്ക് നേരെ നമ്പർ പ്ലേറ്റ് അടിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതേ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞു. എന്തായാലും നമുക്കിന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ അത്യാവശ്യം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. അപ്പോൾ നേരെ പോയി നമ്മുടെ നമ്പർ പ്ലേറ്റ് അടിക്കുന്ന കടയിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവനെ കർണാടക രജിസ്ട്രേഷനാണ് ആക്കാനായിട്ട് പോകുന്നത്. വണ്ണസൊക്കെ പറന്നടിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവനെ കർണാടക രജിസ്ട്രേഷനാണ് ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അവിടോട്ട് പോയേക്കാം. അവിടെ ബസ് ഇടാൻ ഉള്ള സ്ഥലം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിന് മുമ്പായിട്ടൊരു കാറും കൊണ്ടൊക്കെ പോയായിരുന്നു. ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്നും ചെയ്തില്ല. ഓക്കെ, നമ്മുടെ കാറും കൊണ്ടൊക്കെ നമ്മളിവിടെ വന്നാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത്. കുഴപ്പമില്ല, സ്ഥലമൊക്കെ ഉണ്ട് ബസ് ഇടാനൊക്കെ. അവിടെ 2 കാറൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറ്റി ഇടണോ? വേണ്ട, ഈ സൈഡിലോട്ട് ഇടാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇനി അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ വേറെ വണ്ടികൾ ഇടാനുള്ളതാണെങ്കിൽ ഓക്കെ. എന്തായാലും നമുക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാം, നമ്പർ പ്ലേറ്റ് എങ്ങനെ അടിക്കണ്ടേന്നൊക്കെ. ഓക്കെ, നമുക്ക് നമ്പറൊക്കെ പറഞ്ഞിട്ട് വരാം. ഓക്കെ, അടിപൊളി ലുക്കാണ് നമ്മുടെ ചെക്കന്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കുറേ നേരമായി അവിടെ വണ്ടി ഇട്ടിട്ട് പോയിട്ട്. ഇപ്പം നമ്പർ പ്ലേറ്റ് അടിച്ച് കാണുമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്പർ പ്ലേറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. KA32R432. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം വേറെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ്. ഇതിന് മുമ്പ് ഇവിടെ നമ്മളൊരു കാറിൻ്റെ കാര്യമായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കർണാടക രജിസ്ട്രേഷനാണ്. ഓക്കെ, പിന്നെ അപ്പോൾ അന്നേരം ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവരതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അന്നിവിടെ ഒരു കുറച്ച് കാറ് പോലും കയറ്റാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ അവർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ബസ്സൊക്കെ ഇടാനായിട്ട് പറ്റി. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ BS6 സെഡോണും കൊണ്ട് നമ്മളിത് പറന്നടിച്ച് പോവുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ട്. നല്ല പെട്ടെന്ന് വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ പവർ സ്റ്റിയറിംഗ് ആണല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നമ്മുടെ ഷെഡിൽ കൊണ്ട് വണ്ടി ഇടാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളോ എല്ലാം വരുത്തണമെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.